dear children, welcome to Kids Area Online. Class 3 English exam ആയിരുന്നു. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? സെക്കൻഡ് ടൈം എക്സാം ഇംഗ്ലീഷ് എക്സാം ഈസി ആയിരുന്നു? ഈസി ആയിരുന്നു. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാവോ? ആൻസേഴ്സ് ഒക്കെ അറിയണ്ടേ? നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തേർഡ് ടേം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ 29 തിങ്കളാണ്. STD 1 മുതൽ 5 വരെ ട്യൂഷൻ ഉണ്ട്. മൺഡേ മുതൽ ഫ്രൈഡേ വരെ ലൈവ് ക്ലാസ്സസ് ആണ്. 1 അവർ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 9746487799. അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്ന സ്പെഷ്യൽ ക്ലാസ്സസ് ആണ്. ഇംഗ്ലീഷും മലയാളവും റീഡിംഗ് റൈറ്റിംഗ് ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്ക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. ആ ക്ലാസ്സുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിലാണ്. ഏപ്രിൽ മെയ് വെക്കേഷൻ ടൈമിലാണ്. ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ, ഓർമ്മയിലിരിക്കട്ടെ. ആവശ്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതിയാകും. ഓക്കെ, 3ാം ക്ലാസ്സിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇവിടെ എന്താ കാണുന്നേ? ഇതൊരു പൂച്ചക്കുട്ടിയുണ്ട്, ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, ഒരു ചിക്ക് ഉണ്ട്. ഒന്നാമത്തെ ആക്ടിവിറ്റി ആണേ. ലിസൺ ആൻഡ് ആൻസർ ആണ്. ഇപ്പോൾ ഒരു സ്റ്റോറി പറയുന്നുണ്ട്. സ്റ്റോറി എന്താണെന്ന് അറിയാമോ? അത് ടീച്ചറാ പറഞ്ഞു തരിക. ടീച്ചർ നിങ്ങൾക്ക് തന്ന സ്റ്റോറി ഓർമ്മയുണ്ടല്ലോ? പറഞ്ഞു തന്ന സ്റ്റോറി ഓർമ്മയില്ലേ? ക്ലാസ്സിൽ പറഞ്ഞ സ്റ്റോറി ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? The kitten and the chick were good friends. കിറ്റണും ചിക്കും നല്ല കൂട്ടുകാരായിരുന്നു. One day they went to a garden. ഒരു ദിവസം ഒരു ഗാർഡനിലേക്ക്, പൂന്തോട്ടത്തിലേക്ക് പോയി. Come, let's play, said the kitten. വരൂ നമുക്ക് കളിക്കാം എന്ന് ആര് പറഞ്ഞു? പൂച്ചക്കുട്ടി പറഞ്ഞു. They ran around the garden. അവർ ഈ പൂന്തോട്ടത്തിന് ചുറ്റും ഓടാൻ തുടങ്ങി. Look, there is a butterfly, said the chick. ചിക്ക് പറഞ്ഞു, നോക്കൂ, ദാ അവിടെ ഒരു ബട്ടർഫ്ലൈ. The butterfly was flying over the flowers. ഫ്ലവേഴ്സിന്റെ മുകളിൽ കൂടെ ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കായിരുന്നു. Let's catch it, said the kitten. കിറ്റൻ പറഞ്ഞു, നമുക്ക് അതിനെ പിടിക്കാം. They ran after the butterfly. ബട്ടർഫ്ലൈയുടെ പുറകെ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ കിറ്റണും ചിക്കും ഓടാൻ തുടങ്ങി. Suddenly the chick fell into a small pit. ഈ ചിക്ക് എന്ത് ചെയ്തു? ചെറിയൊരു കുഴിയിൽ വീണുപോയി. അയ്യോ, help me, help me, cried the chick. ചിക്ക് കരയാൻ തുടങ്ങി. എന്നെ സഹായിക്കൂ എന്ന് കരയാൻ തുടങ്ങി. The kitten quickly jumped in the pit. കിറ്റൺ എന്ത് ചെയ്തു? പെട്ടെന്ന് ആ കുഴിയിലേക്ക് ചാടി. Climb on my back, said the kitten. എന്റെ പുറത്ത് കയറൂ എന്ന് കിറ്റൺ പറഞ്ഞു. The chick climbed on the kitten's back. കിറ്റന്റെ പുറകിൽ എന്ത് ചെയ്തു? ബാക്കിൽ ഈ ചിക്ക് കയറി. The kitten came out of the pit. എന്നിട്ട് ഈ കിറ്റൺ എന്ത് ചെയ്തു? ആ കുഴിയിൽ നിന്ന് പുറത്തേക്ക് ചാടിക്കയറി. The kitten came out of the pit. അങ്ങനെ എന്ത് ചെയ്തു? ഈ കിറ്റൺ കുഞ്ഞിനെയും കൊണ്ട്, കോഴിക്കുഞ്ഞിനെയും കൊണ്ട് പിറ്റിന്റെ പുറത്തേക്ക് വന്നു. Are you okay? asked the kitten. നിനക്ക് ഓക്കെ ആണോ എന്ന് കിറ്റൻ ചോദിക്കുകയാണ്. Yes, my dear friend, you saved me, said the chick. ചിക്ക് പറഞ്ഞു, അതെ ഞാൻ എന്നെ രക്ഷിച്ചു എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. The kitten and the chick ran around a. കിറ്റണും ചിക്കും എന്തിനു ചുറ്റാ ഓടിയേ? ഹൗസിന് ചുറ്റുമാണോ? പിറ്റിന് ചുറ്റുമാണോ? ഗാർഡന് ചുറ്റുമാണോ? പ്ലേ ഗ്രൗണ്ടിന് ചുറ്റുമാണോ? ഗാർഡന് ചുറ്റും അല്ലേ? അപ്പൊ ഗാർഡന് ചുറ്റുമാണ് ഓടിയത്. അപ്പൊ ഗാർഡൻ ആണ് ആൻസർ. ഗാർഡൻ ആണ് ഇവിടെ എഴുതേണ്ടത്. They saw a dash in the garden. അവർ എന്താ കണ്ടേ? ഗാർഡനിൽ എന്താ കണ്ടേ? ബട്ടർഫ്ലൈ അല്ലേ കണ്ടേ? അപ്പൊ അവിടെ ഉത്തരം എന്താ എഴുതാനുള്ളത്? ബട്ടർഫ്ലൈ. Who fell into the pit? ആരാണ് വീണത്? ആരാ വീണേ? പിറ്റില് വീണത് ആരാ? ചിക്ക്. ആരാ വീണേ? ചിക്കാണ് വീണത്. ഓക്കെ, ഹൗ ഡിഡ് ദ ചിക്ക് കം ഔട്ട് ഓഫ് ദ പിറ്റ്? എങ്ങനെയാ ഈ ചിക്ക് കുഴിക്ക് പുറത്ത് വന്നേ? പറന്നു വന്നു. ഫ്ലൂ അപ്പ്, പറന്നു വന്നു. ജംപ്ഡ് ഔട്ട്, പുറത്തേക്ക് ചാടി. ദ കിറ്റൻ സേവ്ഡ് ദ ചിക്ക്. കിറ്റൻ ചിക്കനെ സേവ് ചെയ്തു. ദ ബട്ടർഫ്ലൈ സേവ്ഡ് ദ ചിക്ക്. ബട്ടർഫ്ലൈ ചിക്കനെ സേവ് ചെയ്തു. ആരാ സേവ് ചെയ്തേ? ദ കിറ്റൻ. പൂച്ചക്കുട്ടിയല്ലേ സേവ് ചെയ്തേ? അതെ, ദ കിറ്റൻ സേവ്ഡ് ദ ചിക്ക്. ഇങ്ങനെ തന്നെയാണോ എഴുതിയേ? യെസ്. ദ സ്റ്റോറി ഈസ് അബൌട്ട്. ഈ സ്റ്റോറി എന്തിനെ കുറിച്ചുള്ളതാ? ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു. അവരുടെ കൂട്ടല്ലേ, ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള സ്റ്റോറി ആയിരുന്നു. അപ്പൊ എല്ലാവരും ആൻസർ ശരിയായിട്ട് എഴുതിയില്ലേ? ഒന്നാമത്തെ ചോദ്യം ശരിയായിട്ട് എഴുതിയില്ലേ? എഴുതി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? രണ്ടാമത്തെ ചോദ്യവും അതുപോലെ തന്നെയാണ്. ഇവിടെ ഒരു സ്റ്റോറിയാണ് നൽകിയിട്ടുള്ളത്.
മീര ആൻഡ് ദ ക്രോ. ഇത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. One sunny afternoon, Meera was standing near her house. She was eating a piece of cake. ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് എന്താണ്, നമ്മുടെ മീര വീടിന്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. അവൾ എന്ത് ചെയ്യുമായിരുന്നു? ഒരു കേക്ക് കഴിക്കുകയായിരുന്നു. The cake was soft and tasty. കേക്ക് നല്ല സോഫ്റ്റ് ആണ്, ടേസ്റ്റിയും ആണ്. Suddenly, a crow flew down and snatched the cake from her hand. ഒരു കാക്ക പറന്നു വന്ന് എന്ത് ചെയ്തു? പെട്ടെന്ന് അവളുടെ കയ്യിലെ ആ കേക്കിനെ എന്ത് ചെയ്തു? കൊത്തിക്കൊണ്ടുപോയി. Meera was shocked. Oh no, my cake! She cried loudly. മീര ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. Meera felt very sad and angry. You naughty crow, she said. എന്താണ്, മീരയ്ക്ക് സങ്കടവും ദേഷ്യവും എല്ലാം വന്നു. She picked up a stone. I will throw down your nest, she said angrily. അവളൊരു കല്ലെടുത്തിട്ട് പറഞ്ഞു, ഞാൻ നിന്റെ കൂടിനെ തള്ളിയിടും എന്ന് പറഞ്ഞു. Meera looked around and found the crow's nest on a tree. മീര ചുറ്റും നോക്കിയപ്പോൾ എന്ത് കണ്ടു? ക്രോയുടെ നെസ്റ്റിനെ കണ്ടു. She saw the crow in the nest. അവൾ കണ്ടു എന്താ? ആ നെസ്റ്റിൽ ആരുണ്ട്? ക്രോ ഉണ്ട്. The crow was feeding her chicks with the cake. ആ കേക്ക് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുവാണ്. The chicks were cawing happily and flapping their little wings. ആ ചിക്കുകൾ എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞു ചിറകുകളൊക്കെ അടിച്ചിട്ട് സന്തോഷത്തിൽ സൗണ്ട് ഉണ്ടാക്കത്തില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. മീര വാച്ച്ഡ് them quietly. മീര പതിയെ അവരെ നോക്കിക്കൊണ്ടിരുന്നു. The chicks are so happy. ആ കുഞ്ഞുങ്ങൾ വളരെ സന്തോഷത്തിലാണ്. She thought. അവൾ ചിന്തിച്ചു. Slowly her anger cooled down. പതിയെ അവളുടെ ദേഷ്യം കുറഞ്ഞു. She dropped the stone and smiled at the chicks. അവൾ എന്ത് ചെയ്തു? ആ കല്ല് കളഞ്ഞിട്ട് ആ കുഞ്ഞുങ്ങളെ നോക്കി ചിരിച്ചു. The evening sun smiled back to her. വൈകുന്നേരത്തെ ആ സൂര്യനും അവളെ നോക്കി ചിരിച്ചു. അപ്പൊ ഇതാണ് സ്റ്റോറി. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? മീര, വാട്ട് വാസ് മീര ഈറ്റിംഗ്? മീര എന്താ കഴിച്ചുകൊണ്ടിരുന്നേ? എന്തായിരുന്നു? കേക്ക്. മീര വാസ് ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക്. മീര വാസ് എന്താ എഴുതാനുള്ളത്? മീര വാസ് ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക്. അത് മീര വാസ് ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക് എന്ന് എഴുതിയാൽ ശരിയാണ് കേട്ടോ. ഈറ്റിംഗ് എ പീസ് ഓഫ് കേക്ക്. ഓക്കെ. ഹൗ ഡിഡ് മീര ഫീൽ വെൻ ദ ക്രോ സ്നാച്ച്ഡ് ഹെർ കേക്ക്? കേക്ക് തട്ടിക്കൊണ്ട് പോയപ്പോൾ അവൾക്ക് എന്താ തോന്നിയേ? ഷീ ഫെൽറ്റ് സാഡ് ആൻഡ് ആംഗ്രി. ഷീ ഫെൽറ്റ് സാഡ് ആൻഡ് ആംഗ്രി ആണ് ശരി ഉത്തരം. ഓക്കെ. വേർ ഡിഡ് മീര ഫൈൻഡ് ദ നെസ്റ്റ്? നെസ്റ്റ് എവിടെയാണ് കണ്ടെത്തിയേ? എവിടെ ഉണ്ടായിരുന്നത്? മീര ഫൈൻഡ് ദ നെസ്റ്റ് ഇൻ ദ ട്രീ. എവിടെയാണ് കണ്ടെത്തിയത്? മീര ഫൈൻഡ് ദ നെസ്റ്റ് എവിടെയാ കണ്ടെത്തിയേ? ഇൻ ദ ട്രീ. മരത്തിൽ. എവിടെയാ കണ്ടെത്തിയേ? ഇൻ ദ ട്രീ. മരത്തിലാണ് കണ്ടത്. ഓക്കെ. നെസ്റ്റ് ഓൺ എ ട്രീ. നെസ്റ്റ് ഓൺ എ ട്രീ. ഓക്കെ. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം. വൈ ഡിഡ് മീര ഡ്രോപ്പ് ദ സ്റ്റോൺ? എന്തുകൊണ്ടാ അത് കല്ലങ്ങ് കളഞ്ഞ്? എന്തുകൊണ്ടാ കളഞ്ഞേ? അവളുടെ ദേഷ്യം പതിയെ കുറഞ്ഞതുകൊണ്ടല്ലേ? അവളുടെ ദേഷ്യം പതിയെ കുറഞ്ഞു. ഹെർ ആങ്കർ. അവളുടെ ദേഷ്യം പതിയെ എന്ത് ചെയ്തു? തണുത്തു. അപ്പോഴാണ് എന്ത് ചെയ്തത്? കല്ല് താഴേക്ക് ഇട്ടത്. ദ സ്റ്റോറി ഈസ് അബൌട്ട്. സ്റ്റോറി എന്തിനെ കുറിച്ചുള്ളതാണ്? ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. നമ്മൾ മറ്റുള്ളവരുടെ എന്ത് ചെയ്യണം? ദയ കാണിക്കണം. ബീയിങ് കൈൻഡ് ടു അതേഴ്സ്. അപ്പൊ ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എല്ലാവരും ശരിയായിട്ട് എഴുതിയില്ലേ? എഴുതി. പിന്നെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം എന്താ? റിഡിലാണ് കേട്ടോ. റിഡിലായിരുന്നു. Here is a riddle. Find the answer and write in the given space. I live in seas and lakes. കടലുകളിലും കായലുകളിലുമാണ് ഞാൻ താമസിക്കുന്നത്. I like to dive and swim. എനിക്ക് ഡൈവ് ചെയ്യാനും സ്വിം ചെയ്യാൻ ഇഷ്ടമാണ്. I whistle. I play. I am a friend of Julia. ഞാൻ ജൂലിയയുടെ ഫ്രണ്ടാണ്. ആരാ? ഡോൾഫിൻ. ഉത്തരം എന്തായിരുന്നു? ഡോൾഫിൻ. ഡോൾഫിൻ. ഓക്കെ. Complete the following riddles about some of the characters from your textbook. ഇവിടെ
ക്രോയുടെ റിഡിൽ. ക്രോയുടെ റിഡിൽ എന്താണ്? എവിടെയാ താമസിക്കുന്നേ? ഐ ലീവ് ഇൻ മൈ നെസ്റ്റ്. ഞാൻ നെസ്റ്റിലാണ് താമസിക്കുന്നത്, കൂട്ടിലാ താമസിക്കുന്നത്. ഇനി എൻ്റെ കളർ എഴുതാം. ഐ ആം ബ്ലാക്ക് ഇൻ കളർ. ഐ ക്ലീൻ യുവർ സറൗണ്ടിങ്സ്. ഹു ആം ഐ? തയ്യാറാക്കിയില്ലേ? ക്രോയെ കുറിച്ച് തയ്യാറാക്കിയില്ലേ? അടുത്തിതാരാണ്? എങ്ങനെ എഴുതാം? ഐ ലീവ് ഇൻ ദ സീ. ഐ ലീവ് ഇൻ ദ സീ. കടലിലാണ് ഞാൻ താമസിക്കുന്നത്. ഐ ലീവ് ഇൻ ദ സീ. ഓക്കെ. ഐ ആം ഫ്രണ്ട് ഓഫ് ജൂലിയ. ഐ ആം എ ഫ്രണ്ട് ഓഫ് ജൂലിയ. ഞാൻ ജൂലിയയുടെ ഒരു ഫ്രണ്ടാണ്. ഐ ആം ഫ്രണ്ട് ഓഫ് ജൂലിയ. ഐ ക്യാൻ സ്വിം ഫാസ്റ്റ്. ഹു ആം ഐ? ഓക്കെ. ഇതായിരുന്നു അടുത്ത ചോദ്യം. മൂന്നാമത്തെ ചോദ്യം ഇത് ടീച്ചർ എഴുതിയെന്നേ ഉള്ളൂ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിയാൽ മതി. ഓക്കെ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. ഇങ്ങനെയാ വരിക. ഇത് നിങ്ങളുടെ ആശയത്തിൽ എഴുതാട്ടോ. നാലാമത്തെ കോൺവെർസേഷൻ ആണ്. പ്രിൻസസ് ജൂലിയ ആൻഡ് ഹെർ ഫ്രണ്ട്സ് സോ എ dumping plastic waste in the sea. Complete the conversation between Princess Julia and the boatman. അപ്പോൾ പ്രിൻസസ് ജൂലിയ പറഞ്ഞു, why are you here? നീ എന്താ ഇവിടെ? അപ്പോൾ ബോട്ട്മാൻ എന്താ പറയുന്നേ? എന്തിനാ വന്നേ? വേസ്റ്റ് കളയാനല്ലേ. അപ്പം എന്താ? we are here to throw away. എന്ത് കളയാനാ വന്നേ? വേസ്റ്റ് കളയാനാ വന്നേ. അപ്പോൾ ജൂലി എന്ത് പറയും? അവർ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാർ ഇത് കഴിച്ചിട്ട് മരിക്കുന്നു. അവർ ഫ്രണ്ട്സ് ഡൈഡ് ഈറ്റിംഗ് ഇറ്റ്. എൻ്റെ കൂട്ടുകാർ ഇത് കഴിച്ച് എന്ത് ചെയ്യുവാണ്? മരിക്കുന്നു. അപ്പോൾ ബോട്ട്മാൻ എന്ത് പറയും? ഓ, അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഓ, we didn't knew about it. അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ എന്ത് പറയും? ജൂലിയ പറയും, ഈ പ്ലാസ്റ്റിക് ഇവിടെ എറിയല്ലേ എന്ന് പറയും. പ്ലീസ് ഡോണ്ട് ത്രോ പ്ലാസ്റ്റിക് ഇൻ അവർ സീ. ഞങ്ങളുടെ കടലിൽ പ്ലാസ്റ്റിക് എറിയരുതേ എന്ന് പറയണം. അപ്പം ബോട്ട്മാൻ പറയണം, ഓക്കെ, we will not do it again. ഞങ്ങൾ ഇതിന് എന്ത് ചെയ്യത്തില്ല? ആവർത്തിക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ എഴുതാം കേട്ടോ. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? കോൺവെർസേഷൻ എഴുതാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അഞ്ചാമത്തെ ചോദ്യം പോസ്റ്റർ ആണ്. Princess Julia and her friends discussed about protecting the sea. They decided to place a poster on the seashore against water pollution. Help them prepare a poster. ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ സഹായിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. എങ്ങനെ ചെയ്യാം? പോസ്റ്റർ എന്ത് ചെയ്യാം? നമുക്ക് ഓരോരുത്തരും ഓരോ സെന്റൻസ് ആയിരിക്കും അത് എഴുതിയിട്ടുള്ളത്. പോസ്റ്റർ നിങ്ങൾ ഓരോ രീതിയിലായിരിക്കും തയ്യാറാക്കിയിട്ടുള്ളത്. അത് പറയണ്ടല്ലോ. വാട്ടർ പൊല്യൂഷനും ഇതായിട്ട് നമ്മൾ ചെയ്യാം. പോസ്റ്റർ തയ്യാറാക്കാനുള്ളതാണ്. ആഡ്മോർ ലൈൻസ് ഉണ്ട്. ആഡ്മോർ ലൈൻസ് എഴുതിയായിരുന്നോ? ഇവിടെ one day the father crow came to visit Rocky. He introduced himself to Rocky. ഇപ്പോൾ റോക്കിയോട് പറയുകയാണ്, I like flying in the sky. I like eating tiny fish. I like cleaning all around. I like saying ka 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 എന്ന് പറയുകയാണ്. Now help Rocky to introduce himself to the father crow. Father crowയുടെ അടുത്ത് റോക്കി എങ്ങനെയായിരിക്കും പറയാം? I like sleeping under the trees. വേറെ നമുക്ക് എന്ത് എഴുതാം? I like eating bone. I like eating bone. പിന്നെന്താ നമുക്ക് വേറെ എന്ത് എഴുതാൻ പറ്റും? I like guarding the house. I like, ഇവിടെ കാക്ക പറയുന്നില്ല, അതുപോലെ നമുക്ക് എന്ത് പറയാം? I like saying bow.
bow. ഓക്കെ, ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാം. ഐ ലൈക്ക് ഈറ്റിംഗ് ബോൺ, ഐ ലൈക്ക് ഗാർഡിങ് ദ ഹൗസ്, ഐ ലൈക്ക് സേയിങ് ബൗ ബൗ ബൗ. ഇത് 5A ആണ്, അല്ലെങ്കിൽ 5B എഴുതിയാൽ മതി. 5B എന്താണ്? ഡിസ്ക്രൈബ് ദ ഈവൻസ്. ഹിയർ ആർ സം പിക്ചേഴ്സ് ഓഫ് ടോട്ടോ, ഡൊറോത്തി ആൻഡ് ഹെർ അങ്കിൾ. ഡിസ്ക്രൈബ് ദ ഈവൻസ്. ഈ ഈവൻസ് എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്യുക. നമുക്കിവിടെ എഴുതാം. ഒന്നാമത്തിൽ നമുക്ക് എന്തെഴുതാം? അവരുടെ കഥ എഴുതാം. വൺ ഡേ ഡൊറോത്തി വാസ് പ്ലേയിങ് വിത്ത് ടോട്ടോ, ഷീ വാസ് ഹോൾഡിങ് ആൻ അംബ്രല്ല എന്നെഴുതാം. രണ്ടാമത്തിൽ നമുക്ക് എന്തെഴുതാം? സഡൻലി എ സ്ട്രോങ് വിൻഡ് ബ്ലൂ ആൻഡ് ദ അംബ്രല്ല ഫ്ലൂ എവേ. മൂന്നാം നമുക്ക് എന്തെഴുതാൻ പറ്റും? അംബ്രല്ല ഗോട്ട് സ്റ്റക്ക് ഓൺ എ ട്രീ നിയർ ബൈ. ഡൊറോത്തി ആൻഡ് ടോട്ടോ വെയർ കൺഫ്യൂസ്ഡ് അബൌട്ട് വാട്ട് ടു ഡു. എന്ത് ചെയ്യുമെന്ന് അവർ ഇങ്ങനെ ആലോചിക്കുകയാണ്. നാലാമത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡൊറോത്തീസ് അങ്കിൾ കെയിം ഇൻ ടൈം ആൻഡ് ഹെൽപ്ഡ് ദം ടു ഗെറ്റ് ദ അംബ്രല്ല ബാക്ക്. ഓക്കെ, മനസ്സിലായോ? എഴുതണ്ടല്ലോ. അല്ലെങ്കിൽ ടീച്ചർ ആൻസർ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് ആൻസർ എഴുതി തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയോ? യെസ്. അപ്പോൾ എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതിയായിരുന്നോ? എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വൈകിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും കാത്തിരിക്കുക. കിഡ്സ് ഏരിയ ഓൺലൈൻ നാളത്തെ എക്സാമിൻ്റെ ക്ലാസ്സുമായിട്ട് വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.